PM ശ്രീയിൽ LDF മുന്നണിയിൽ CPM ഒറ്റപ്പെടുകയാണ്. CPI മന്ത്രിമാർ സർക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം മണിക്കൂറിനുള്ളിൽ പുറത്തുവരും. LDF ഘടകകക്ഷികളെ CPM ചതിച്ചു എന്ന നിലപാടിലാണ് CPI നിൽക്കുന്നത്. നേരത്തെ പലകുറി CPM അവരുടെ വല്യേട്ടൻ മനോഭാവം CPIക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമായ പ്രതിരോധം CPIയിൽ നിന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വീണ്ടും കീഴടങ്ങുകയാണെങ്കിൽ അത് മരണമായിരിക്കുമെന്ന് CPI തിരിച്ചറിഞ്ഞു. ഇതേ നിലപാടിലാണ് ഇപ്പോൾ ജോസ് കെ മാണിയും എത്തിച്ചേർന്നിരിക്കുന്നത്. PM ശ്രീ തീരുമാനം തിടുക്കപ്പെട്ട് എടുക്കേണ്ടതല്ലെന്നും മുന്നണിയിൽ കാര്യമായ ആലോചനകൾ നടന്നിട്ടില്ലെന്നും ജോസ് കെ മാണി തുറന്നടിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം ഏകദേശം 2 കോടി രൂപയാണ് സ്കൂളുകൾക്ക് ലഭിക്കുന്നത്. ഈ തുകയിൽ 60% കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. 40% കേരളവും മുടക്കണം. ഈ തുക കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ തന്നെ വിദ്യാലയങ്ങൾക്ക് സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ PM ശ്രീ എന്തിന് തലയിൽ എടുത്തുവെച്ചു എന്നാണ് ജോസ് കെ മാണിയും ചോദിക്കുന്നത്. ജോസിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ആ വീഡിയോ കാണാം. അവരെ സാമ്പത്തികമായി വികസന കാര്യത്തിൽ ഞെരുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് പറയുമ്പോഴും നമുക്കറിയാം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14,500 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നു. ഏതാണ്ട് 20,000-ഓളം കോടി രൂപ ഇതിൻ്റെ വിഹിതമായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും ഇടേണ്ട ഒരു പദ്ധതിയാണ്. ഈ 40% നമ്മൾ ഇട്ടിട്ടാണ് ഈ പദ്ധതിയിലേക്ക് പോകുന്നത്. അവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം സ്കൂളുകൾ ഒരു ബ്ലോക്ക് 2 സ്കൂളുകളായിട്ട് എടുക്കണോ എന്നുള്ള ചോദ്യം വരും. കാരണം നമുക്ക് ഈ പണം ഇല്ലാതെ തന്നെ നമുക്ക് എത്രയോ സ്കൂളുകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് 2 കോടി കൂടുതൽ രൂപ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയുടെ പദ്ധതി വരുമ്പോൾ ഏതാണ്ട് 2 കോടി രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ ഏതാണ്ട് 1,400 കോടിയോളമാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത്. അപ്പോൾ 2 കോടി രൂപയിൽ കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാലം നമുക്കിങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതാണ്. 2, ഇതിൻ്റെ ഒരു ദോഷവശമുണ്ട്. പ്രധാനമായും നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ SSA എടുക്കുക, സർവ്വശിക്ഷാ അഭിയാൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാം 2023-24 കാലഘട്ടത്തിൽ 1,031 കോടി രൂപ നമുക്ക് ലഭിച്ചു. പക്ഷേ 24-25 കാലഘട്ടത്തിൽ നമുക്ക് 1 രൂപ പോലും നമുക്ക് ലഭിച്ചില്ല. കാരണം PM ശ്രീയിൽ നമ്മൾ ഒപ്പുവെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 100 കണക്കിന് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള പദ്ധതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതും മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് SSAയിലുള്ള ടീച്ചേഴ്സ് പെരുവഴിയിലാവും. അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ വേണ്ട, ഇതിനകത്ത് അവരെ ഒഴിവാക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അടുത്ത ഒരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ പദ്ധതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇവരുടെ ഇതിനകത്ത് എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇതിനകത്ത് ദേശീയമായ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ പ്രാദേശികമായ ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ച് മാത്രമല്ല, നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുക്കുന്നതിനും അതിനകത്ത് പ്രശ്നങ്ങളില്ല. അതും മാത്രമല്ല, ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചരിത്രം വളച്ചൊഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായി. നമ്മൾ ചരിത്രം എടുത്തു നോക്കിയ, പുറകോട്ട് എടുത്തു നോക്കിയ പല കാര്യങ്ങളും NCERT പോലും ഒഴിവാക്കിയ ചില സാമൂഹിക വിഷയങ്ങളുണ്ടല്ലോ. ഗുജറാത്തിലും ബാബറി മസ്ജിദുമായിട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5,000 കൂടെ ഇപ്പോൾ SSAയുമായി ബന്ധപ്പെട്ട് 1,031 കോടി രൂപ ഒരു വർഷം ഒഴിവാക്കി 5,000 കോടി രൂപ നമുക്ക് സാക്രിഫൈസ് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല, കേരള കോൺഗ്രസ് പറയില്ല. പക്ഷേ
അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമുക്കൊരു കൺട്രോളുണ്ട്. 40% നമ്മൾ ഇടുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തൊരു കൺട്രോളുണ്ട്. മാത്രമല്ല, ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ വളരെ വളരെ വിദ്യാഭ്യാസവും സാമൂഹ്യ ബോധ്യവും ഉള്ള ആളുകളാണ് ഇവിടുത്തെ PTA-യും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും. അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇന്ന് കേരള സർക്കാരിനുണ്ട്. ഇനി തമിഴ്നാട് ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഹിന്ദി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് ഹിന്ദി കേരള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ കരുതുന്നത് പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കില്ല. കാരണം എന്താ? പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ആന്ധ്രയിൽ പോലും ഇത് അവർ ഒപ്പുവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടെങ്കിൽ ആ അജണ്ട അത് നമ്മൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും എടുത്ത് നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയും. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ തീരുമാനം. പക്ഷേ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി മുഴുവൻ പാടെ നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പണം നമുക്ക് കളയേണ്ട കാര്യമില്ല. അതിനകത്ത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത്, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പദ്ധതിയുമായി ദേശീയ തരത്തിലുള്ള ഒരു കരിക്കുലത്തിലേക്കല്ല പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും കരിക്കുലം വന്നാൽ അതിനെ തടയാനായിട്ടുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ശക്തിയും എല്ലാം ഈ സർക്കാരിനുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിയമം അതിനകത്ത് ഇല്ലതാണ്. ഇല്ല, ഇതിനകത്ത് ചർച്ചകൾ പല തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം ആരെങ്കിലും മുന്നണിക്കാത്തൊരു ചർച്ച എന്നുള്ളതല്ല, അല്ല ഒരു തർക്കം എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായിട്ട് കേരള കോൺഗ്രസ് സംസാരിക്കുന്നുമല്ല, ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി സംസാരിക്കുന്നതുമല്ല. ഞാൻ കാണുന്ന ഒരു ഭാവി തലമുറയും ഈ വികസനത്തിൽ ഈ പ്രദേശത്ത് കോട്ടയത്ത് ലോക്സഭ ഒരു മെമ്പറാകുന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുവന്ന പദ്ധതിയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇന്നും പല കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അവിടുത്തെ സെക്രട്ടറിയുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ പ്രദേശത്ത് ഇൻഫോ പാർക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ. ആ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള എപ്പോഴും ഒരു വികസന പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട്. നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷമായി കാണുന്ന ആ ഒരു എതിർപ്പല്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എതിർപ്പല്ല. പ്രായോഗികമായി നമ്മൾ എങ്ങനെ അതിനെ നേരിടാൻ കഴിയും, അതല്ലേ നമുക്ക് വേണ്ടത്. അതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും, തർക്കങ്ങൾ പരിഹരിക്കും. അത് രമ്യമായി ഇത് മുന്നോട്ട് പോകും. അതിനകത്ത് വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്യപ്പെടുന്ന ചില സമീപനം ഉണ്ടെന്നാണ് പ്രധാനപ്പെട്ട എതിർപ്പിന്റെ കാരണം. ഈ വിഷയത്തിൽ NEP കേരള കോൺഗ്രസ് ആശങ്കയുണ്ട്. NEP നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. നമുക്കതിനകത്ത് NEP-ക്കകത്ത് ബന്ധപ്പെട്ട് ഇപ്പോൾ കോളേജുകളിൽ നമുക്ക് 3 വർഷം 4 വർഷം കൊണ്ട് 3 ഡിഗ്രി നേടിയെടുക്കാൻ കഴിയും. പല ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ടാകാം. അപ്പോൾ ചില വശങ്ങൾ നല്ലതുണ്ട്, ചില വശം മോശങ്ങളുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ നമ്മൾ. ചില കാര്യങ്ങൾ എതിർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ചർച്ചയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വശങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക വശം നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ. ഇനി കേന്ദ്രം ഭരിക്കുന്നു, വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലേ? അവരുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട്, നമ്മുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട്, നമ്മുടെ നിലപാട് വ്യത്യാസമുണ്ട്. പക്ഷേ പ്രായോഗിക വശം എടുത്തുകൊണ്ട്, പക്ഷേ നമുക്ക് സാമൂഹികമായ ഒരു വിഷയമോ ദോഷകരമല്ലാത്ത ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ചർച്ച നടന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതികൾ പങ്കെടുത്തു. മന്ത്രി എന്ന് പറയുന്നു. അന്ന് KSC യോഗത്തിൽ KSC പങ്കെടുത്തു കാണും. ഇവരോട് ചോദിച്ചാൽ മതി. സംസ്ഥാന പ്രസിഡന്റ് അല്ലല്ല, ഞാൻ പറഞ്ഞത് NEP എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ എതിർക്കുന്നില്ല. ചില കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കറൻ ലിസ്റ്റിലുള്ള പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എതിർക്കും. എന്തോ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊക്കെ ചർച്ച ഞാൻ അതുകൊണ്ടുള്ളൂ. അതിനെ ചർച്ചയിൽ കൂടെ പരിഹരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ജന്മദിനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം KSയുടെ ഒരു കൃത്യമായ ഒരു ദിവസമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത്. ഭാവി തലമുറയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷൻസ് വരുന്നു.
അത് ഈ പ്രദേശത്ത് നിലനിർത്തിക്കൊണ്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുക. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ വിട്ടുവീഴ്ച, നമ്മുടെ സാമൂഹ്യമായ വിഷയത്തിൽ വിട്ടുവീഴ്ച വരരുത്, കലർത്തരുത്. അതിനകത്ത് മറ്റു തരത്തിലുള്ള മതവികാരങ്ങൾ കലർത്താതെ മുന്നോട്ട് പോകും. അല്ല, ചില കാര്യങ്ങൾ മുഴുവൻ LDF ചർച്ച ചെയ്യണമെന്നില്ലല്ലോ. ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ദി പ്രദേശങ്ങളിൽ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും. ചിലത് LDF-ലായിട്ട് ചർച്ച ചെയ്യും. ചില കാര്യങ്ങൾ LDF-നായിട്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ വരുമല്ലോ. ആ അഭിപ്രായങ്ങൾ രമ്യമായി കൊണ്ടുപോകാന്നുള്ളത് അത് കൊണ്ടുപോകുമെന്ന് അതിന് യാതൊരു സംശയവുമില്ല. അതെ, ആയിക്കോട്ടെ, നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കും, അതൊന്നും കുഴപ്പമില്ല, അത് രമ്യമായിട്ട് ഉപയോഗിക്കും. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല. കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇല്ല, അത് ഓരോ സ്കീം വരുമ്പോഴല്ലേ. ഇതൊരു പർട്ടിക്കുലർ സ്കീമാ, ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ഓരോ സ്കീം വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും. അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട്. അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അത് കൊണ്ടുപോകുന്നേ ഇല്ല, അത് കൊണ്ടുപോകും. എത്രയോ കാര്യങ്ങൾ കേരള കോൺഗ്രസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായം വന നിയമത്തിൻ്റെ കാര്യത്തിൽ, ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മൾ അതിനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലേ. അത് ഒരു വിഷമം വരാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ. തദ്ദേശ സ്വരങ്ങൾ വളരെ അതെ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എക്സസൈസ് ചെയ്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി അതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് നമുക്ക് അർഹതപ്പെട്ട ചോദിച്ചാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവരുടെ ഓരോ ജില്ലയിലുള്ള ജനറൽ സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറിയും ചാർജുള്ള സെക്രട്ടറിയുമായിട്ട് ഗൂഗിൾ മീറ്റ്, എപ്പോഴും വന്നെത്താൻ പറ്റില്ല, ഗൂഗിൾ മീറ്റ് നടത്തി ഒരു മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്യുക. ഇന്നലെയും നടത്തി, അടുത്ത 31-ാം തീയതിയുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായ ഒരു വലിയ ഒരു ക്രമീകരണം നടത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ആരോ ചെവി ചോദിക്കുന്നത് കേട്ടല്ലോ.